നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നൽകുന്നതായ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് കാരണമാകാവുന്ന ഒരു സന്ദേശം തന്നെയാണ് കടന്നു വരാനായി പോകുന്നത്. ഈ അധ്യായത്തിലൂടെ ഭഗവാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. പ്രധാനമായും മറ്റു കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശത്തെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ ഓം നമോ നാരായണായ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇവിടെ ചില കാര്യങ്ങൾ പ്രധാനമായും കാണുവാനായി സാധിക്കുന്നു. നെഗറ്റീവായ ഊർജം ബാധിച്ച് അല്ലെങ്കിൽ പല തെറ്റായ കാര്യങ്ങളും പ്രവർത്തിക്കുകയോ അബദ്ധവശാലോ ചെയ്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ അനുകൂലമാകാതിരിക്കുന്നതായ സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന, ജീവിതത്തിലേക്ക് തിരികെ വരണം, പോസിറ്റീവായ ഊർജം ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്ന് കാണുവാനായി സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. മടങ്ങി വരണം എന്നൊരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് കാണുന്നു. അതൊരു സുഹൃത്താകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി പോലും ആകാവുന്നതാണ്. അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിന്റെ മടങ്ങിവരവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. എന്നാൽ അവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർ ചില തീരുമാനങ്ങൾ എടുത്തത് കാണുവാനായി സാധിക്കുന്നു. അല്ലെങ്കിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ അവർ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് പോലും പല പ്രശ്നങ്ങളിലൂടെയാണ്. അതായത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമതകളും ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ അവസ്ഥയിലൂടെ കടന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാകാം നിങ്ങൾ. അത്തരത്തിൽ ഒരുപാട് നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് ഒരുപാട് വിഷമതകൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം വിഷമകരമായ സാഹചര്യങ്ങൾ നേരിടേണ്ടതായി വന്നാലും ആ വ്യക്തിയെ ഇപ്പോഴും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിയെ പോലെ തന്നെ നിങ്ങൾ ധൈര്യം നഷ്ടപ്പെടാതെ അത്തരത്തിൽ വളരെയധികം പോരാടുന്ന വ്യക്തികളാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ വളരെയധികം ധൈര്യമുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറയാം. അതായത് ഏതൊരു വിഷമകരമായ സാഹചര്യം വരികയാണ് എങ്കിലും, മോശം സാഹചര്യം പരീക്ഷണഘട്ടമാണ് എങ്കിൽ പോലും അതിനെതിരെ പൊരുതി നിൽക്കുവാൻ, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എത്ര തന്നെ അകന്ന് മാറി നിൽക്കേണ്ടതായി വന്നാൽ പോലും നിങ്ങൾക്കിടയിലെ സ്നേഹം അതൊരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾക്കിടയിലുള്ള സ്നേഹം അത്രയും വലുതാണ്, ആഴമേറിയതാണ് എന്ന് കാണുന്നു. ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുള്ളത് വളരെ അപ്രതീക്ഷിതമായി തന്നെയാണ് എന്ന് കാണുന്നു. അതൊരു സുഹൃത്തായി പോലും ആകാം കടന്ന് വന്നിട്ടുള്ളത് എന്ന് കാണുന്നു. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ വളരെയധികം തിരിച്ചടികൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഓരോ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എത്ര തന്നെ വീഴ്ച സംഭവിച്ചാലും തിരിച്ചടികൾ നേരിട്ടാലും ആര് കൂടെ നിൽക്കും എന്നും ആരെല്ലാം നിങ്ങൾക്കെതിരായി നിൽക്കും, തള്ളിപ്പറയും എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്.
എന്നാൽ അത്തരം വ്യക്തികളിൽ നിന്നും ഒരു അകലം പാലിക്കുവാൻ ആഗ്രഹിക്കുകയും അത് സാധിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യം പോലുമുണ്ട്. അപ്പോൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും മോശമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്തതായ പല കാര്യങ്ങളും ജീവിതത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഫലത്തിൽ വന്നിട്ടുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ആരെല്ലാം നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും നിങ്ങൾ തകർന്നു പോകണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അതിനവർക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് വരുവാനുള്ള ഒരു ശക്തി ജീവിതത്തിൽ എപ്പോഴുമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നതായ, അല്ലെങ്കിൽ അത് ദേഷ്യത്താൽ തന്നെ ആകണം എന്നില്ല, മറ്റ് കാരണങ്ങൾ കൊണ്ട് തൊഴിൽപരമായി പോലും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ കൂടിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ വ്യക്തികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് അവർ പോലും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ്. അവർ പോലും കമ്മ്യൂണിക്കേഷന് തയ്യാറാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നത് വാസ്തവമാണ്. വേർപിരിക്കുന്നതായ പല തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ചില വ്യക്തികൾ മൂലം ഇത്തരത്തിൽ വേർപിരിയുന്നതായ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, അത്തരം ചില സാഹചര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്, വിഷമകരമായി ബാധിച്ചിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളായിരിക്കാം ഇതിന് തടസ്സം നിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അകൽച്ചയ്ക്ക് നിങ്ങളെ അകറ്റി നിർത്തുന്നതായ സാഹചര്യത്തിന് കാരണം എന്ന് കാണുന്നു. എന്നാൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതിരിക്കുന്നില്ല, എപ്പോഴും ചിന്തിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. അവർ മറ്റ് ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടോ? ഇത്തരം ചിന്തകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് തെറ്റായ ഒരു ചിന്തയാണ് എന്ന കാര്യം ഓർക്കുക. ആ വ്യക്തിയുടെ മനസ്സിൽ ഇത്തരത്തിൽ ഒരു ചിന്തയുമില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഹൃദയത്തിൽ വളരെയധികം സ്ഥാനം നിങ്ങൾക്ക് നൽകുവാൻ സാധിച്ചിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. അതിപ്പോഴും അവർ നിലനിർത്തി പോകുന്നതായ സാഹചര്യം പോലുമുണ്ട്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായ സമയത്ത് പോലും നിങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയോ, അത്തരത്തിലൊരു ചിന്ത പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നു. എന്നാൽ നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവിടെ കാണുവാനായി സാധിക്കുന്നു. അത് തീർച്ചയായും ജീവിതത്തിൽ സംഭവിക്കും എന്നത് വാസ്തവം തന്നെയാണ്. തീർച്ചയായും ചില നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പോലും സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം വന്നു ചേരും. അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുവാൻ പോകുന്ന സാഹചര്യമുണ്ട്. അതായത് പല കാര്യങ്ങളിലും അവർ ബന്ധപ്പെട്ട് നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. അവർ നിങ്ങൾക്ക് അരികിൽ തന്നെയാണ് ഉള്ളത് എന്നത് വാസ്തവം തന്നെയാണ്. കാരണം നിങ്ങളുടെ ബന്ധം, ആത്മബന്ധം അത്ര വലുതാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. അവർ മറക്കുവാൻ ശ്രമിച്ചാൽ പോലും അതിന് സാധിക്കാത്തതായ സാഹചര്യമാണ് അവർക്ക് ഉള്ളത് എന്ന് കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും അവരുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അതെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നതിന് അനുസരിച്ച് ഈ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടുമുട്ടണം, വീണ്ടും കാണണം, അത്തരമൊരു ആഗ്രഹം നിങ്ങളിൽ വളരെയധികം വർദ്ധിച്ച് വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. അപ്പോൾ തീർച്ചയായും ഈ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ രണ്ടുപേരുടെയും ജീവിതത്തിൽ തീർച്ചയായും വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായും ആഗ്രഹം വർദ്ധിക്കുന്നു എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സന്തോഷകരമായ കാര്യങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്.
ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുമായി ഒരു ബന്ധം അല്ലെങ്കിൽ സംസാരം പോലും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലാണ് അവർ ഉള്ളത് എങ്കിൽ അതിലൊരു പ്രകടമായ മാറ്റം ഉണ്ടാകാവുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാനായി പോകുന്നു എന്ന് തന്നെ കാണുന്നു. ഈ വ്യക്തിയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം കടന്നു വരും എന്നത് വാസ്തവം തന്നെയാണ്. അവർ മറ്റൊരു ദിശയിലേക്ക് പോകുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അവർക്കത് ഒട്ടും പൊരുത്തപ്പെട്ടു പോകുവാൻ പോലും സാധിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. ഈ സമയം തീർച്ചയായും അവർ നിങ്ങളുടെ വില അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ ബന്ധത്തിന്റെ വില അവർ തീർച്ചയായും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും അവർക്കൊരു സംതൃപ്തി ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾ അല്ലെങ്കിൽ ശരിയായ ഒരു ജീവിത പങ്കാളിയെ അവർ തീർച്ചയായും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ ചെയ്തു പോയിട്ടുള്ളതായ പലവിധ തെറ്റുകൾക്കും നിങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഒരു സാഹചര്യം പോലും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണുവാനായി സാധിക്കുന്നു. അവർക്ക് ഇപ്പോൾ കൃത്യമായി തന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കാത്തതായ സാഹചര്യം, ഒരു കാര്യത്തിൽ തന്നെ നിലനിന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം അവർക്കുണ്ട് എന്നത് വാസ്തവമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യുവാൻ സാധിക്കാത്തത് അവർക്ക് നഷ്ടങ്ങൾക്കോ വിഷമതകൾക്കോ പോലും കാരണമാകുന്നു. പല കാര്യങ്ങളിലും അവരുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുകയും അത് വീണ്ടെടുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം അവർക്കുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അവർക്ക് ചിന്തിക്കാതിരിക്കുവാൻ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഈ സമയം ഭഗവാനോട് ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾക്കുണ്ട്. ആ പ്രാർത്ഥനകളിൽ ചിലതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്ന, അല്ലെങ്കിൽ ആ പ്രാർത്ഥന സഫലീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ അകന്നു പോയിട്ടുള്ളവർ, അവർ തീർച്ചയായും നിങ്ങളെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു അപ്രതീക്ഷിതമായ സന്ദേശത്തിനായി അവർ കാത്തിരിക്കും, അല്ലെങ്കിൽ അതവർ പ്രതീക്ഷിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ പ്രതിസന്ധികളുണ്ട് എങ്കിൽ അത്തരം ചില സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കാണുന്നു. ഇവിടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം ഉത്കണ്ഠ അല്ലെങ്കിൽ വളരെയധികം ആകുലതകൾ നിറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. അതേപോലെ തന്നെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയും, തീരുമാനങ്ങൾ തെറ്റാകുന്നത് മൂലം നഷ്ടങ്ങളോ വിഷമതകളോ സംഭവിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കുവാനുള്ള ഒരു അവസരം, ഇതെല്ലാം ഒഴിവാക്കി കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഊർജമാണ് എങ്കിലും ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്ന് കാണുന്നു. ഇപ്പോൾ പല കാര്യങ്ങളിലും ഒരു പരീക്ഷണഘട്ടം പോലെ അനുഭവപ്പെടാവുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ഇത് അധികം നീണ്ടു നിൽക്കില്ല എന്ന കാര്യം ഓർക്കുക. അതിനെല്ലാം തരണം ചെയ്യുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക്, സമയങ്ങളിലേക്ക് നിങ്ങൾ വളരെയധികം അടുത്തിരിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും ഈ സമയം നിങ്ങൾ ആരെയാണോ കാത്തിരിക്കുന്നത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ശുഭകരമായതും മനസ്സിന് അത്രമേൽ സന്തോഷം നൽകുന്നതുമായ ചില മറുപടികൾ നിങ്ങൾക്ക് ഈ സമയം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. എന്താണോ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നതായ പ്രധാനപ്പെട്ട വിഷമതകൾ,
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അന്ധകാരം ബാധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതായത് എവിടെ തിരിയുകയാണ് എങ്കിലും അന്ധകാരം, അതിൽ നിന്നും പുറത്തേക്ക് വന്ന് കൃത്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന നിങ്ങൾക്ക് ആ ഇരുട്ട് ജീവിതത്തിൽ നിന്നും അകന്ന് ഒരു പുതു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യമാണ് രൂപപ്പെടുക എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങൾ ഏവരെയും സ്നേഹിക്കുന്നവർ തന്നെയാണ്. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് തീർച്ചയായും വളരെയധികം മാറ്റങ്ങൾ കടന്നു വരികയും ഏതൊരു കാര്യവും ചിന്തിച്ചതിന് ശേഷം അല്ലെങ്കിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് പകരം ചിന്തിച്ച് കൃത്യമായ ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുകയും അത് പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് ഗുണകരമായി തീരുകയും ചെയ്യും എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ സാഹചര്യം വിഷമകരമാണ് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കുകയും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷം നൽകുന്ന, ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹം, സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നന്മകൾ തന്നെ പ്രദാനം ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരാൻ താമസമില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഈ വന്നു ചേരുന്ന അവസരങ്ങൾ കൃത്യതയോടെ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം.